അപ്പോൾ സുഹൃത്തുക്കളെ, ദീർഘദൂര യാത്രകൾക്ക് ശേഷം ആദ്യം ഒരു പാലക്കാട്, പിന്നെ ഒരു കോയമ്പത്തൂർ, പിന്നെ ഒരു കൊച്ചി, അതും കഴിഞ്ഞിട്ട് 48 മണിക്കൂറിൻ്റെ കറക്കത്തിന് ശേഷം ഒച്ചയും കുറലൊന്നുമില്ലാതെ ഞാൻ, അച്ചു, സൽമാൻ, ജിമ്മി, വളരെ വേണ്ടപ്പെട്ട വർക്കായതുകൊണ്ടാണ് ഞങ്ങൾ ഈ ടൈമിൻ്റെ ഇടയിൽ പോയത്. നമ്മൾ പോകണം വിചാരിച്ചതല്ല, പക്ഷേ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവം ആയതുകൊണ്ടാണ് പോയത്. അത് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഷാനുവിൻ്റെ അനുഭവത്തോടെയാണ് എന്നാലും പോയത്. പക്ഷേ ഞാൻ കറക്റ്റ് ടൈമിൽ ഒരു കല്യാണത്തലേന്ന് ഒരു പുതിയാപ്പിള എത്തുന്ന അതേ ടൈമിൽ നമ്മൾ ചെയ്തു ഓൺ ടൈമിലൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യങ്ങൾ ഇവിടുത്തെ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഡ്രെഡിൻ്റെ കല്യാണം വീട്ടിലാണ്, പെരിന്തൽമണ്ണയുള്ള കല്യാണ ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ നമുക്ക് ഒറ്റ പോക്കാവും. മനെ ഓയ് കുട്ടിയായോ? ഷാനൊക്കെ എന്തിടണേ മൂത്ത്? ഷാനൊക്കെ അവിടെ തെളിങ്ങി നിൽക്കണേ, ഉറങ്ങിയില്ലേലും കുളിച്ചിട്ടില്ലേലും. ഹായ് അദ്നാനെടുത്തോ? അദ്നാൻ you guys saw one guy called one Mr. Adnan. ഇങ്ങോട്ട് വാ. No, ഇങ്ങോട്ട് വാ. I am coming from English medium school. Yeah, you know Adnan guy? Aisha's brother? You look like Adnan. There is sambandham irukku with Adnan you. Where is your front gate? One gone? Idu off aakittu parayanu. എടാ ഞാൻ ചെറുപ്പത്തിൽ ഇതേപോലെ ചെറുപ്പത്തിൽ എന്നെ ഞാൻ കാണട്ടെ. അയ്യോ എടാ ഈ കുപ്പായ എവിടെ കിട്ടുക? കറുപ്പ് ഡ്രസ് കോഡ്. അതിനാണല്ല, ഡ്രസ് കോഡ് ഇട്ട് വരാൻ മതി ഞങ്ങളോട്. ഞങ്ങൾ എടുത്തിട്ടില്ല. അത് നിങ്ങൾക്ക് എവിടുന്ന വാങ്ങി? ആ കറുപ്പ് അപ്പം മേക്കപ്പോ ക്യൂട്ടക്സോ ലിപ്സ്റ്റിക് ഒക്കെ ഓടുക്കേ. ക്യൂട്ടക്സോ ലിപ്സ്റ്റിക് ഒക്കെ എവിടെ കിട്ടുക? അറിയൂല. ആകെ ഒരു പിരാലിന്റെ വലുപ്പുള്ളൂ. എവിടുന്ന്? എന്റെ പേരെന്താണ്? ജിന്റെപ്പം പോരി. എന്റെ പേരെന്താണ്? നാണിയോ? ഈ ചെറിയ പ്രായത്തിൽ ആരെത്ര വലിയ പേരിട്ട്? നാണി. എടാ അത് മറ്റേ ജീപ്പല്ലേ? എടാ ഇതില് പുതിയാപ്പിള വന്ന്? എടാ ഈ വണ്ടിയിൽ ആരാ വന്ന്? ഈ വണ്ടിയിൽ അല്ല, ചോറായോ? ചോറ് കയ്യേ. അപ്പൊ എപ്പോ തുടങ്ങിയ പരിപാടി? എൻട്രി അതിഗംഭീരം. ഹായ് അസ്സലാമലൈക്കും. എന്നിട്ട് ഇന്നലെ രാത്രി കുറച്ച് ലോക്കാണ്ട് അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് ഡ്രെഡിന്റെ ആറ്റിലായ ഏട്ടൻ ശ്രീ അദ്നാൻ അവർകൾ. ആറ്റിലായ പറഞ്ഞ സ്നേഹമുള്ള ഏട്ടൻ. അപ്പം ഇന്നലെ സൗദിയിൽ നിന്നും കല്യാണത്തിന് വേണ്ടി എത്തിച്ചതാണ്. കല്യാണ ഒരുക്കങ്ങൾ എവിടം വരെ ഉണ്ട്? ഞങ്ങൾക്ക് ആകെയുള്ള പ്രതീക്ഷ എന്താ അറിയോ? ഇജിബടി ഈ സൈഡിലുള്ളതാണ്. ഈ സൈഡിൽ നിന്ന് അടി കിട്ടാതെ നോക്കാം. ആകെ ഫുള്ള് ഇങ്ങനത്തെ അളിയന്മാരാണ് ഞങ്ങൾക്ക് ആവശ്യം. നോക്കല്ലേ? എടാ ഇവനെവിടെ? പുതിയാപ്പിള എടുത്തു. ഇന്ത്യയോ? അയ്യോ എവിടുന്ന്? കുട്ടനെ എടുത്തിട്ടോ? ഓൻ വരുമെന്ന് തോന്നണില്ലല്ലോ കണ്ടിട്ട്. ഞാൻ പറഞ്ഞേ മാമത്തെ ഫോട്ടോ എടുക്കാം. അതെന്തോ പേടിപ്പിക്കണ സാധനമല്ലേ? ബാ ഒരു ഫോട്ടോ എടുക്കാം കേട്ടാ. ചിരിച്ചാണ് ചിരിക്കടാ. അവൻ്റെ പക്ക താടി ഉണ്ടാ? എൻ്റെ താടി ഉമ്മച്ചി വന്നിട്ടില്ല. ഒരു നാളെ വരും. വണ്ടിയില്ലോ എടുത്ത്. ഈ ചെറിയ പ്രായത്തിൽ അതിങ്ങനെ ടിവിൻ്റെ മുന്നിൽ കുത്തറക്കാണ്. എന്താ തന്നെ? അല്ല അജ്ജൊക്കെ ചോറുന്നോ? അപ്പൊ ഞമ്മക്കൊന്നും ബാക്കിയില്ല. ചോറ് ബാക്കിയില്ലേ? പോയൊക്കെ വാ. ഒമ്പരക്ക് ഓടിച്ചോളും പൂട്ടും. ഫുഡ് കഴിച്ചോ? കുട്ടികളൊക്കെ കൊച്ചിന്ന് വരാം. കാത്തിച്ചു പോന്നു. പൂട്ടാൻ കൂടി. ഇത് നമ്മളെ ഡ്രസ്സല്ലേ? പാട്ട് എന്നാ ഇവിടുന്ന് കാണിച്ചു കൊടുക്കാം. ഇവിടുന്ന് എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഫുഡ് കഴിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് എന്താ വെച്ചാൽ
കോപ്പിറൈറ്റ് ഉള്ളത് കൊണ്ട് എനിക്ക് വിഷ്വൽസൊക്കെ പുറത്ത് നിന്ന് കാണിച്ചു തരേണ്ടി വരേണ്ട ഒരു അവസ്ഥയൊക്കെയാണ്. അപ്പോൾ പുതിയ എണ്ണ അവിടെ മാഷാ അല്ലാ വളരെ സുന്ദരിയായി ഡ്രഡ് അവറുകൾ അവിടെ ഓരോരുത്തരും വരവേൽക്കുന്നുണ്ട്. അപ്പോൾ ഡ്രഡ് എന്നിട്ട ഡ്രസ്സ് കയാലിൻ്റെ ഡ്രസ്സാട്ടോ. അത് കാണിച്ചു കൊടുത്താൽ കയാലി തെളുങ്ങുന്ന കയാലി, എൻ്റെ കയാലി, എൻ്റെ കുസുമം മേ. രണ്ട് kg പൊട്ടി മിനിമം. ഇങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ വരാം, അങ്ങനെ റീലെടുക്കാം. നിങ്ങൾ ചെക്കൻ്റെ വീട്ടുകാരാണോ പെണ്ണിൻ്റെ വീട്ടുകാരാണോ? ചെക്കൻ്റെ. എന്നിട്ട് നിങ്ങൾ പെണ്ണിൻ്റെ വരിയിൽ പെണ്ണിൻ്റെ ചെക്കൻ്റെ ഓർ പെണ്ണിൻ്റെ? ചെക്കൻ്റെ വീട്ടുകാരാണോ പെണ്ണിൻ്റെ വീട്ടുകാരാണോ? എന്തെങ്കിലുമൊക്കെ പറയടാ. ഇപ്പം പറഞ്ഞ പോലെ പെണ്ണിൻ്റെയാണ്. ചെക്കൻ്റെ വീട്ടുകാരോ പെണ്ണിൻ്റെ വീട്ടുകാരാണോ? പെണ്ണിൻ്റെ വീട്ടുകാരാണ്. പുതിയ എണ്ണിന് എത്ര വർഷമായിട്ട് അറിയാം? അറിയില്ല. അമ്മ കല്യാണം ഉണ്ടായിരുന്നപ്പോൾ പോകുന്നതാണ്, പരിചയമല്ല. എത്ര വർഷമായിട്ട് പുതിയ എണ്ണ ആയിട്ട് അടുത്തറിയാം? എന്താ എത്ര വർഷമായിട്ട് അറിയും? 3 കൊല്ലം. വാ. അപ്പോൾ പുതിയ എണ്ണ 3 വർഷമായിട്ട് അറിയാം. ഈ പുതിയ എണ്ണിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, ഏറ്റവും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം? ബിരിയാണി. പുതിയ എണ്ണ എന്ത് ജോലി ചെയ്യുന്നു? ടീച്ചറാണോ? സാറാണോ? അല്ല. ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നു? അല്ല. പിന്നെന്താണ്? കുടുംബമാണ്. പുതിയ എണ്ണ എൻ്റെ കുടുംബമാണ്. കുട്ടികളെ മൊത്തം പിന്നാലെ കൂടിയില്ല. ഹായ് ബ്രോ, ഹൗ ആർ യു? ഓൾ ഗുഡ്. പാട്ട് നിൽക്കണേ, മെല്ലെ അങ്ങനെ പോയാലോ? നിങ്ങളെങ്ങനെ ഇതിൽ ഡ്രസ് കോഡ് കയറി? നിങ്ങൾക്ക് അറിയാനിയോ കാര്യം? നിങ്ങൾക്ക് അറിയാനി? എടാ അത് ഊരി താടാ ഡ്രസ് കോഡ് ഇടാൻ. അങ്കിളിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നാണോ? വരൂ. അങ്കിളോ? താടി പഠിച്ചിട്ട് വന്നാൽ മതി. ഓക്കെ. ഒരു ഫോട്ടോ എടുക്കാം. 1000 ഫോട്ടോ എടുക്കാം നമ്മൾ. ഇന്ന് നമ്മളെ ദിവസമാണ്. നിങ്ങളുണ്ടോ? ഈ തെളുങ്ങനെ ഡ്രസ്സ് എവിടെ നിന്ന് കിട്ടാം? ഇതൊന്നും ഞാൻ ഇട്ടില്ല കേട്ടോ. ആരെ? നിങ്ങളെല്ലാവരും ഫാൻസാ? ദേശീയഗാനം ചൊല്ലലും മുത്തായപ്പോ. എത്ര പേര് ഭക്ഷണം കഴിച്ചു? എന്താണ് ഫുഡ്? ഭക്ഷണം എന്താ ഉള്ളത്? ചിക്കൻ കറിയും പിന്നെ മന്തി. ചിക്കൻ കറി മണ്ടിയാലോ? എന്താ ഫുഡ് വെച്ചപ്പോ? ചിക്കൻ കറിക്ക് ഇങ്ങനെ മണ്ടി. പുലിത്തോൽ ചമ്മന്തി ഇല്ല. പെരിന്തമണ്ണ പോലെ കേട്ടോ. പാമ്പച്ചാറ് ബാസിലെ എനിക്കതിപ്പോ കൂടാൻ നല്ല പോയില്ല. പക്ഷെ വെഹിക്കിളാ. നിങ്ങളുണ്ടോ? ബാസിലിനോ? ഓനെന്താ ആവശ്യം? ഓനൊരാവശ്യമില്ല. ഓനെ ഇതെടുത്തോണ്ടാണ് ഐസ്ക്രീം എടുത്തോണ്ടാണ് ആൾക്കാരടിന്ന്. എടാ അന്നൊക്കെ ചാരനൊക്കെ യൂസ് ചെയ്ത ആൾക്കാരുടെ നിന്ന് രണ്ടാമത്തെ ഐസ്ക്രീം ഇരിക്കലിരിക്കല. നീ ശരി ബാ. നമ്മൾ വരുമ്പോ വേറെ അറിയും. ബാ പുതിയണ്ണിന്റെ അടുത്ത് പോവാ. ഫോട്ടോ എടുക്കുക. ശരി കല്യാണപ്പാരെ മുമ്പ് കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. എൻജോയ് ചെയ്യാൻ തോന്നുന്നു. പോണ്ടേ? ഫോട്ടോ എടുക്കണ്ടേ? എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാ. പേടിയാണ്. ബാസിലെടുത്തു. ബാസിന് വാങ്ങിയാ? സലാമലൈക്കും. എന്താ വർത്താനം? സുഖം. മോളെ അമ്മാവന ആയിഷന്റെ. ഓക്കെ ഓക്കെ. നമ്മളെ ഫ്രണ്ട്സ്. ഇവിടെ ഒരു ഫോട്ടോ എടുക്കാം. അച്ചു പോലെ ഞാൻ ഒറ്റക്കാം.
ഓക്കെ കാണാം. ഭക്ഷണം കഴിച്ചാ? നാളെ അടിപൊളിയാക്കണം. ഏയ് പേടിച്ചണ്ട, നമ്മളങ്ങനത്തെ ആൾക്കാരല്ല. നമ്മള് പാവങ്ങളാ. കണ്ണാർക്കാട് കണ്ടു കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച അവിടെ പരിപാടി ഉണ്ടായിരുന്നു. ഭയങ്കര കുട്ടികൾ പറഞ്ഞ് ഇറങ്ങാൻ അവിടെ പരിപാടി ബൗട്ടാ. അസ്സലാമലൈക്കും. അപ്പൊ ഇതാ ഗൈസ്, പുതിയ എണ്ണിന്റെ ടീമിനെ കാണിച്ചു കൊടുക്കേ. ഇത് പുളിച്ചു തരം എവിടുന്ന ബലക്കത്തൊക്കെ വാങ്ങിക്കൊടുന്നത് ഞമ്മക്ക് ഓലും ഞമ്മളെ നോക്കി. ഞമ്മളൊരു ഒതുങ്ങിയ കളറ് പണ്ടത്തെ ജയന്റെ ഒക്കെ ഫ്രെയിം നാടൻ കളറൊക്കെ തിളങ്ങ മിന്ന. പോവാ, ഞങ്ങൾ കൊണ്ട് പോവാ. ഓടിക്കൊണ്ടിരിക്കുന്നു. എന്തേ തിരക്കൂട്ടല്ലേ? ആകെ ഒരു കല്യാണമുള്ളൂ. എൻ്റെ ചിന്തി ഇതൊക്കെ എന്തിനാ തിരക്കൂട്ടുന്നത്? ബ്ലോഗാണ്, ചിലപ്പോ ഒന്നും കൊണ്ടില്ല. കൂട്ടുകാരുടെ ബാസിലെ പാട്ട് 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 ആ കുറച്ച് സ്റ്റേജിൽ കയറുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഫോട്ടോ എടുക്കാനും. പുതിയ എണ്ണ ഓക്കെ. വെൽക്കം. ക്യാമറ എടുത്തു. ഫോട്ടോ എടുക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, ആ ഡ്രസ്സിനടിയിൽ നമ്മൾ പോയിക്കണ്ടോ? അവരുടെ ഭാഗം മിന്നലും തിളങ്ങലൊക്കെയാണ്. നമുക്ക് തിളങ്ങാൻ ഡ്രസ്സ് വേണ്ട, അത്രേ ഉള്ളൂ. ഇത്രയും കാലം കുപ്പായ മേലോട്ടിട്ടാ തെളിഞ്ഞ് ജിമ്മേ. നമുക്ക് തിളങ്ങാൻ ഡ്രസ്സിന്റെ ആവശ്യമില്ല, നമ്മൾ വന്നാ മതിയോ? അത്രേ ഉള്ളൂ. അതിന് മാത്രമൊന്നുമില്ല, നമ്മള് അത്ര നമ്മളില്ല കേട്ടോ. വയസ്സായാലും പെട്ടി നൽകി ബാസിലെ ആ കുട്ടികളാവാനായാലും പ്രായം 29 ബാസില്. ഞാൻ 23. പുതിയപ്പളം മാറിയാ ഇപ്പുറത്തിരിക്കുക. അപ്പൊ കറച്ചയില്ലേ അവിടെ ഇപ്പത്തിരിക്കട്ടെ. ഷാനുവിന്റെ പെങ്ങൾ ഡ്രെഡിന്റെ വീഡിയോ കോള് കട്ട് ചെയ്തോ? ഡ്രസ്സ് നമ്മൾ ഡ്രസ്സാണേ. ഓ മാലാകനെ പോലെ ആക്കി കൊടുത്തില്ല നമ്മള്. ചേർന്ന് അവിടെ ബ്ലോഗാരെടുത്തേലും കൊടുക്കും. കേറിക്കണോ? ശരിയൊന്നും വേണ്ടല്ലോ, അതിന് ആൾക്കാരൊക്കെ. ഓ ലൈറ്റ് കണ്ണു കുത്തുന്നു. ശരിയായിരുന്നു നോക്കണം. ചേർന്നോ?
വീഡിയോ ആണോ സംസാരിച്ചത്? എപ്പെത്തി നല്ല കൊല്ലണ നമ്മളെ കാണാൻ കൈയുണ്ടോ മാനം കെടും സുന്യേ സുന്ദാ ഞാൻ പിടിച്ചേ സുനി ഞാൻ തുണിയിലെന്തെങ്കിലും പറ്റിയില്ല. സുനി ഓരോ വരവിലും വലുതാവുകയല്ല. സുനിയെ ഇങ്ങനെ കുട്ടീനെ സുനി സുനിയേ ദിക്കറ് പാടി സുനി. ഓ ഞമ്മക്കില്ല കണ്ണുക്ക് ലൈറ്റും കൂടി അടിച്ചപ്പോൾ തന്നെ കട്ടാവുണ്ട് നമ്മള്. അത്രയും 2-3 ദിവസമായില്ലേ. അപ്പൊ ഇവിടെ കൂടണ്ട അവിടെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിവിടുത്തെ അതെ നമ്മള് പോവാട്ടോ. ഡാൻസോ അവിടെ ഡാൻസും പാട്ടും ഇല്ലാതെ കേട്ടോ. ചീത്തിട്ടുണ്ടേ പ്ലീസ് ഫോട്ടോ എടുക്കാം. കയ്യടി അത് ഞാൻ പറഞ്ഞു ബ്ലോഗിൽ പറഞ്ഞു. ഇത് കയാലിന്റെ ഡ്രസ്സാണ്. ഞമ്മള് പോകുമ്പോ നമ്മളെ മേത്ത് ഫുള്ള് തെളുക്കാവും. അന്ന് അങ്ങനെയാണ്. ചാരലിട്ടോ നിങ്ങളാരും ചാരില്ലേ തെളുക്കണ്ടേ? എങ്ങനെയും പോവാൻ നിക്കേനി കുടിച്ചു നിർത്തിയാ ഡ്രെഡേ പേരും തിരക്കൂട്ടല്ലോ. ഇവിടെ വന്നപ്പോ തൊട്ടേ പോണം ആലോചിച്ചു ഓൻ്റെ ഒരു മനസ്സ്. ഓലൊക്കെ അവിടെ ഉണ്ട്. ഓലൊക്കെ 10 മണിയാകുമ്പോൾ ഇവിടെ എത്തും. 9 ഓടിച്ചോറും പൂട്ടില്ലേ? ആ എന്നാ നേരത്തെ വരാൻ പറയാം. അല്ല കുറച്ചാൾ അവിടെയും വേണ്ടേ. ഞങ്ങളെ ഇങ്ങോട്ട് പോകുന്നതിന്റെ വിവാദമായി. ആ ഡ്രെഡേ പറഞ്ഞ കല്യാണമാണ് പറയ്. പിന്നെ പറഞ്ഞാൽ അത് പിടിച്ച് പറയും. നാളെ എൻ്റെ കല്യാണമാണ്, എല്ലാവരും അനുഗ്രഹിക്കണം പറയും സബ്സ്ക്രൈബേഴ്സിനോട്. ഇൻഷാല്ലാ എന്റെ കല്യാണമാണ് നാളെ, എല്ലാവരും ദുആക്കണം. നാളെ എൻ്റെ കല്യാണമാണ്, എല്ലാവരും പ്രാർത്ഥിക്കണം ഹൈറാക്കട്ടെ. ആമീൻ. എല്ലാവരും ഒരു ആമീൻ പറയും. നല്ല ചോദിച്ചോ നാളെ കൂലിക്ക് പോകാനുള്ള. നാളെ ഈ വേഷത്തിൽ പടത്തിലിട്ടോ. ആ കിട്ടണ കൂലി കളയണ്ട എനിക്ക്. ഇവര് സിനിമയാണ് എടുക്കണത്. കുറേ നേരമല്ലോ. ഒരു വ്ളോഗ് എടുക്കണ്ട ക്യാമറയിൽ. ആ വല്യപ്പോ വീഡിയോ എടുത്തണ്ടേ? ആ ചോറില്ലേ? കുപ്പായം അന്നെ കണ്ണെന്നല്ല ഈ കളറല്ലോ. ഇതിലൊക്കെ എന്തൊക്കെ ഫിറ്റ് ചെയ്യണ മേത്ത്. 2 വാക്ക് പറഞ്ഞോക്കെ സബ്സ്ക്രൈബേഴ്സ്. അത് കുറെ ആൾക്കാർ കാണും. അതില്ലേ ആൾക്കാരെന്നെ നോക്കുവേ. ഇന്നെല്ലാവരും മറന്നിക്ക് ആരെന്നെ കാണണ്ട. അതില്ലേ ആകെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഷാനു. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെയാണ് ഷാനു ഹനാനും. എന്നിട്ടും ഓൻ്റെ നിക്കായിട്ട് നമ്മൾ അത്രയും ക്ലോസ് ആയ ഫ്രണ്ടിനെ നിക്കായിട്ട് ഒരു 14-ാം തീയതി കൂലിക്ക് പോവാണ്. നിങ്ങൾ പറയൂ അത് തെറ്റാണോ ശരിയാണോ? പറ, ആണോ തെറ്റാണോ ശരിയാണോ?
കമന്റ് ആക്ക്. കൂലിക്ക് പോണ ഒരു രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ കല്യാണം നടക്കുമ്പം കൂലിക്ക് പോകാനാവോ? അപ്പൊ നമ്മളെ ഫോട്ടോഷൂട്ട് ഒന്നും നടക്കൂലേനോ? നിങ്ങളില്ലാണ്ട് നിങ്ങളൊരു കൂലിക്ക് നിയത്ത് വെച്ചിട്ടാണ് ഇവര് നമ്മളെ നിൽക്കാൻ തന്നെ വരുന്നത്. നിങ്ങൾ കമന്റ് എന്തായാലും ഞങ്ങളൊരു അഗാധമായ ബന്ധത്തെക്കുറിച്ച് 1000 വാക്കുകൾ ഈ ഒരു വേദിയിൽ നിന്ന് നമുക്ക് വേണ്ടി സംസാരിച്ച ഡ്രെഡിന്റെ ഈ ഒരു കല്യാണം മംഗളപൂർവ്വമാക്കണം. മംഗളശീലരാക്കണം എന്ന്. അതായത് ഈ അവസരത്തിൽ കേരളക്കരയെ ഞെട്ടിച്ച, കേരളക്കര ആകമാനം അറിഞ്ഞ, കേരളക്കര ഏറ്റെടുത്ത ആ ഒരു ഡയലോഗ് ഉണക്കമീനും താളിപ്പ് ഒന്ന് പറയാൻ പറ്റുമോ? അല്ല, ഉണക്കമീനും താളിപ്പ് വേണ്ട. ഇന്നെന്താ ഫുഡ് ഉള്ളത്? ബ്രെഡ് എന്താ ഫുഡ് ഉള്ളത്? നെയ്ച്ചോറ് ചിക്കനും. ഇല്ലല്ല, അപ്പൊ നെയ്ച്ചോറ് ചിക്കൻ കറി വേണ്ടിട്ടാ മാണെങ്കിൽ തിന്നിട്ട് പോയിക്കോ, തിന്നാൻ പോവാ. അപ്പം ഒരു ഫോട്ടോ കണ്ടു. ഓ ഇനിയിപ്പോ പെണ്ണിട്ടുള്ള ഫോട്ടോഷൂട്ടാ എടീന്നൊക്കെ. ഇഞ്ച പെണ്ണുങ്ങളെ നമ്മളെ കഴിഞ്ഞപ്പോഴേ നമ്മളപ്പോ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴേ അച്ചും ബാസുലേ എടി ഇഞ്ച പെണ്ണുങ്ങളെ രണ്ടാളെ ഓന്റെ പെണ്ണുങ്ങളെ വിളിച്ച് കാണിച്ചു നോക്കേ. അപ്പം ഇതാ ബഹുമാനപ്പെട്ട ചോറേക്കാൻ എന്തായാലും വരും. ചോറേക്കാൻ നിങ്ങൾ പോവില്ല. ഓക്കെ ഡാൻസ് കണ്ടിട്ട് പോവാം. ഓക്കെ ഡീൽ. അപ്പോൾ ഷാനുവിൻ്റെ അവിടെ അയ്യോ. അപ്പോൾ ബഹുമാനപ്പെട്ട അച്ചു അവറുകളും ലിയ അവറുകളും ഫോട്ടോഷൂട്ട് നടത്തുകയാണ്. അപ്പോൾ അതാ ഒരവസരം കഴിഞ്ഞാൽ മറ്റവസരം കാത്തു നിൽക്കുന്ന അടുത്ത കപ്പിൾ ശ്രീമാൻ ബാസിൽ അവറുകളും നഷ്വാ ദീദിയും ബാസിൽ അവറുകളും. ഈ ഡ്രസ്സ് എവിടുന്നാണ് വാങ്ങിയത്? ഡ്രസ്സ് മഞ്ചേരി. ഒറ്റക്ക് തയ്ച്ചോ? ഓ കല്യാണ പെണ്ണാണെങ്കിലും പണി വന്ന ഫുള്ളി നമുക്കാണ്. ഒരാഴ്ച ഡ്രെഡ് ഏൽപ്പിച്ച് അതേ കളറിലെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയോളമാണ് യുവതികൾ നടന്നതെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. മഞ്ചേരങ്ങാടി മൊത്തം നടന്നിട്ട് ഈ ഡ്രസ്സ് ഇടാൻ വേണ്ടി. എന്നിട്ട് കിട്ടിയില്ലേ? ഒരു ദിവസം നടക്കേണ്ടി വന്നു. പെണ്ണിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലേ? നമ്മളൊക്കെ അരമണിക്കൂറിന് കടയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? അത്രേ ഉള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാ നവാഗതരായ ലാസ്റ്റ് കപ്പിൾ ഇജാലേ കഴിഞ്ഞ ഡിസംബർ കപ്പിൾ. അച്ചുൻ്റെ എന്നേനി മെയ് 1 ദിനം. ഇത് ഡിസംബർ 26 കപ്പിൾ. നേരത്തെ ഫോട്ടോ എടുത്തു പോയത് മെയ് 1 കപ്പിൾ. നാളെ ഫോട്ടോ എടുക്കാൻ പോകുന്നത്, നാളെ ഫോട്ടോ എടുക്കണ ആരാണ്? ഓഗസ്റ്റ് 14 കപ്പിൾ. ഓക്കെ. അതായത് ഇന്ന് ഒരുങ്ങി വന്ന വേഷത്തിന്റെ ആ ഒരു പ്രസന്നത സിമ്പിളായിട്ട് മനോഹരമാക്കുന്നതായിരുന്നു. മനസ്സിന് പ്രീതി നൽകുന്ന, സന്തോഷം നൽകുന്ന മുടിവെട്ടി നേരെ വരാണോ സൈഡ് ഞാൻ അവിടെ മുടിയിട്ടെ. നമുക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാതെയോ? അപ്പൊ നമ്മള് ചെക്കൻ്റെ വീട്ടിൽ പോകണറി. ഓ ചെക്കനടുത്ത് കുറച്ച് പിച്ചിക്ക് കിട്ടും. പോയ കാര്യം എന്തായി? അല്ല നിങ്ങൾ അങ്ങോട്ടില്ല. അങ്ങനെയൊക്കെ പോയിട്ടോ ബോയ്സ് അവിടെ എത്തിയിട്ടില്ല. അടിയാവും സുഫാൻക, അത് ബോയ്സ് അല്ലേ എന്നൊക്കെ. ഇതാരാ ടീമിൽ തപ്പടേ? ആരാ തപ്പടേ? അടിയിട്ടോ പോവല്ലേ? പോവാ. അപ്പൊ സുഹൃത്തുക്കളെ, റെഡി അല്ലേ നാളത്തേക്ക്? റെഡി അല്ലേ? ഫുൾ സെറ്റ് അല്ലേ? നമുക്ക് നാളെ കാണാം. ഇന്റെ ഡാൻസ് ഉണ്ട്, രാവിലെ വരണം കേട്ടോ, നിക്കാതിന്റെ മുന്നേ. ഹായ്, താങ്ക് യു. എന്താ വർത്താനം? ഓ ഒരു ഫോട്ടോ. താങ്ക് യു ബ്രോ, താങ്ക് യു. എല്ലാവരും നോളി കുടുംബസമേതം. അച്ചോ എല്ലാവരും കൂടിയാ? നീ ഭക്ഷണം കഴിച്ചിട്ട് വന്ന. ഹായ്, എന്താ വർത്താനം? എക്സൈറ്റഡ് അല്ലേ? നാളെ ഉഷാറാക്കും ഇൻഷാ അല്ലാഹ്. ഹായ്
അവളെ മുത്തമ്മനെയാണ് ബഹറയിലാണ്. അപ്പൊ എത്ര മുത്തമ്മമാരാ? 4 മുത്തമ്മ, 3 മുത്തമ്മ. ഭക്ഷണം കഴിച്ചാ? നാളെ ഉണ്ടാവും. നാളെ പാട്ട്, ഡാൻസ്, ആട്ടം കലാസമിതി നടത്തുന്ന ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഡ്രസ്സ് എടുത്ത് വന്നിട്ടില്ല, അതാ കളിക്കാതെ. അപ്പൊ നാളെ പാട്ട്, ഡാൻസ്, പിന്നെന്താണ്? കൊട്ടാരത്തിൽ കല്യാണം. ഓ ഓക്കെ. എന്താ വർത്താനം? അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് പ്രിയപ്പെട്ട ആയിഷന്റെ ഒപ്പട്ട നമ്മളെ സ്വന്തം ആളാണ്. ഫുൾ നമ്മൾ നാളെ ഉഷാറാക്കൂലേ ഇൻഷാ അല്ലാഹ്. എത്രാമത്തെ കുട്ടീനെയാണ് ഇപ്പൊ നിങ്ങൾ കെട്ടിച്ചയക്കണത്? നാലാമത്തെ കുട്ടിയാണ്. മൂന്നാമത്തെ പങ്ക്. ഇനി അടിയിക്ക് അടിയിക്കില്ല, ഇനി മേലക്ക് അതിനാന്. അപ്പൊ ഞാൻ അതിനാന്റെ കല്യാണം കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് വൈകാതെ പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാഹ്. അതിനാൻ ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. അതിനാലതവിടെ അല്ല, ഉമ്മ എടുത്തു. ഇമ്മാനെ കണ്ടില്ല. ഇമ്മാനെ കണ്ടു. ഓർമ്മ ഉണ്ടോന്നറിയില്ല. ഞാൻ ജോർജിയയിലുണ്ട്, നിങ്ങളെ കാണാനൊക്കെ. ഓക്കെ ഓക്കെ. ഞാൻ നസ്രുഖാന്റെ ഒക്കെ ഒപ്പം ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇമ്മ എടുത്തു. ഇമ്മാനെ കണ്ടതേ ഇല്ല. എങ്ങനെ? ഓലൊക്കെ നാളെ വരുള്ളൂ. ഓലൊക്കെ ചെക്കൻ്റെ വീട്ടിലാണ്. ഞങ്ങളിങ്ങനെ ഓല് കരഞ്ഞപ്പോൾ വന്നാ പോവാ. കഴിക്കണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ? അച്ഛോ, നീ കുട്ടിനെ കളിപ്പിച്ചെന്നാലേ. സുനി, ഡോണ്ട് വോമിറ്റ്. സുനി, വാട്ട് ഈസ് ദിസ് ബിഹേവിയർ? അസ്സലാമലൈക്കും. ഇവിടെണ്ട് ഇന്നില്ല. ഇന്ന് പുതിയാപ്പള നമ്മളെ വേണ്ടപ്പെട്ട ആളായിട്ടും ഞാൻ ഫസ്റ്റ് മുഖം കാണിച്ച എവിടെയാണ്? ഇവിടെയാണ്. അപ്പൊ നമ്മളെ ആയിഷന്റെ വേണ്ടപ്പെട്ട ആറ്റലായ അവസാനത്തെ പെൺകുട്ടിന്റെ നാളെ പാട്ട് പാടി ചത്തു വരിക. നാളെ എന്തായാലും പാടും. ആറ്റലായ അവസാനത്തെ ഡ്രെഡിന്റെ കല്യാണമാണ്. എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. നാളെ നമ്മൾ അടിച്ചു പൊളിക്കും ഇൻഷാ അല്ലാഹ്. ഹാപ്പി. അവിടെ ഡ്രെഡിന്റെ അമ്മയുണ്ട താത്ത? താത്ത. അപ്പൊ ഡ്രെഡിന്റെ വീട്ടിൽ നിന്ന് ആരും ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. അപ്പം ഡ്രെഡിന്റെ കല്യാണം എന്ത് തോന്നുന്നു? വളരെ വളരെ സന്തോഷം. ചെക്കനെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല ചെക്കനാണ്. മാഷാ അല്ലാഹ്. ഞങ്ങളെ പോലെ തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ചോറ് വേറെ വയ്ക്കാം. സോറി, വഴി മാറി. അയ്യോ, ഞങ്ങളാണ് ചോദിച്ചിരുന്നത്. എപ്പോ വെറുതെ പറയാം. എല്ലായിടത്തും പോയി ഇങ്ങനെ ഡീൽ ചെയ്യും രാഷ്ട്രീയക്കാരനാ. ബാബാ, അയ്യോ, ഓനെ വന്നപ്പോ പരിചയപ്പെട്ടില്ല. ഓന്റെ പ്രശ്നം എന്തുപറ്റി? എവിടേക്ക് ഓടണോ? സാറില്ല. എവിടേക്ക് ഓടണോ ചോദിച്ചു. എന്തിനാ കരയണേ? അയ്യോ, എന്തുപറ്റി? സാറില്ല കുട്ടാ, എന്തുപറ്റി എന്റെ കുട്ടിക്ക്? സാറില്ല കേട്ടോ. സാറില്ല. അല്ലോ, കണ്ണിനൊക്കെ പൊടി. എന്താ പ്രശ്നമായോ? സാറില്ലട്ടാ, എന്റെ കുട്ടിക്കാരാണ്. എന്റെ കൂടെ പോരുന്ന. വാ ബാബാ, എന്റെ കൂടെ പോരുന്ന. ആരെ കരയിപ്പിച്ച? എന്താ അറിയില്ല. ഫോണ് എങ്ങളെ ഫോണ. എന്നിട്ട് ഞങ്ങൾ ചിരിച്ചിക്കണേ. സാറില്ല, ഇത് മതിയാ? അയ്യോ, ഇപ്പൊ ഫോൺ കൊടുക്കണ്ട, അടിയാവും. സാറില്ല കുഞ്ഞാ, സാറില്ല. കടയല്ലേ പാവുണ്ട്. ഹായ്, രണ്ടോളം ട്വിൻസാ? ഓക്കെ. എങ്ങട്ടാ പേടിച്ച് പായിനെ? അവിടെ നിൽക്കി മക്കളെ. നിന്നോളി. ഓക്കെ, ശരി. വാ, ഫുഡ് കഴിക്കാം. വാ, വരി. ഹായ്. ഇല്ല, അസ്സലാമു അലൈക്കും. കയ്യേക്കിട്ട് വന്നാലോ? അച്ഛോ,
മോളിനോട് പറഞ്ഞു പോകണം അത് കഴിഞ്ഞ് നിങ്ങൾ എറണാകുളത്താന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിളിച്ചു പെട്ടെന്ന് പോകുന്നു. നിങ്ങൾ കഴിച്ചാ എടാ നിങ്ങളിപ്പോഴുള്ള ചെക്കനോടൊക്കെ അറിയണമെന്നില്ല, ഒരു പാവം ചെക്കന്. പറഞ്ഞേ തുറന്ന് ഞാൻ എടുത്തു. ഓക്കെ ട്ടാ, ശരി. നിങ്ങൾ കഴിച്ചോ? എടുത്തെടുക്കാനാ? അങ്ങനെ ഇവിടുന്ന് കേട്ടോ, ലൈറ്റ് ഇവിടുന്ന് വേണം. അല്ല ഇവിടുന്ന് കണ്ടെടുത്താ. നിങ്ങൾ ഇവിടെ നോളി, ഓല് ഇവിടുന്ന്. സെൽഫി എല്ലാരും കൂടിയാ? 0.5 ഇപ്പൊ കട്ട കേട്ടാ, വരെയല്ല കേട്ടോ. കാണാം. കട്ടയറിയാത്ത ഇങ്ങോട്ട് കട്ടയ വെച്ചു വരി, ഇങ്ങോട്ട് വരി. എന്താ ഒരു സങ്കടം, ചോറുന്നില്ലേ രണ്ടാളും? വാട്ട് ഹാപ്പൻ? അല്ല സെൽഫി തരണം, ഞാൻ തരാം. ഓക്കെ ശരി. ഹായ്, അസ്സലാമു അലൈക്കും. വരി ഇന്ന് കുട്ടി വാ, ഫോട്ടോ എടുക്കാം വാ. ഓക്കെ ശരി ട്ടാ. കരച്ചിൽ നിന്നാ? ഓ പാവുണ്ട്, സാരല്ലട്ടാ. ഓക്കെ ബാബാ. ബാസിൽ ഫേക്ക് ഫ്രണ്ട് ചോറിട്ടിയപ്പോൾ തന്നെ കയറിയിരുന്ന് തിന്നു മുണിങ്ങി. ഇതെന്താ പ്ലേറ്റിൽ? ഇവിടെ ചോറുണ്ട് പ്ലേറ്റിൽ. അപ്പോൾ സുഹൃത്തുക്കളെ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ഇരുന്നേക്കാണ്. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, സ്റ്റാൻഡേർഡ് ഡ്രെഡിന് കൊടുക്കാൻ വന്ന ഏറ്റവും വലിയൊരു പണിയാണ് കാണാൻ പോണേ. അതായത് ആശംസ അല്ലേ? അങ്ങനെ പുളിച്ചിത്രം കാട്ടി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടോ കേട്ടോ. അപ്പോൾ സൽമാനാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യണത്. കാരണം ഈ വക ഏർപ്പാടുകൾ ഫുള്ള് നമ്മൾ സൽമാൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ സൽമാനാണ് ഇതൊക്കെ ഏൽപ്പിക്കല്. അങ്ങനെ ഓളാ സൈഡിലുണ്ട്. ജിംഷാ സൂം ചെയ്തോളൂ. ജിംഷാ മുത്തേ അങ്ങോട്ട് സൂമാക്ക്, ഓളെ നോക്കാം. സെറ്റല്ലേ? ക്യാമറ റെഡി, റോളിംഗ്. കല്യാണമാണ്. അപ്പോൾ എന്റെ ഹൃദയം പറഞ്ഞ ആശംസകൾ. ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് സുഹൃത്തുക്കളെ, പുതിയ അതിസുന്ദരമായ സ്വർഗം നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കുടമുള്ള ചെരിയുള്ള കുയിലിന്റെ സ്വരമുള്ള ടോപ്പായിരുന്നൊക്കെ പോയി. അപ്പൊ നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ കഴിയുള്ളൂ. അതെ, നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സാധിക്കുള്ളൂ. നമ്മൾ വളരെ വൃത്തിക്ക് നമ്മളെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൽമാനാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ചെയ്തിരുന്നത്. കഷ്ടപ്പെട്ടത് കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ടോ? കുറെ ബുദ്ധിമുട്ട്. മെസ്സേജ് റിപ്ലൈ കിട്ടാൻ വേണ്ടി ഡെയിലി മെസ്സേജ് അയക്കും സൽമാൻ മാസങ്ങളോളം. അപ്പോൾ ഗൈസ്, നമ്മൾ രണ്ടാമത്തെ വീടായ ഷാനുവിൻ്റെ വീട് ഒരു 35 കിലോമീറ്റർ കൂടി ട്രാവൽ ചെയ്ത് എത്തിയിരിക്കുകയാണ്. ഷാനുവിൻ്റെ വീട് പഴയ പോലെയല്ല, മാറ്റങ്ങളുണ്ട്, മാറ്റലികളുണ്ട്, കല്യാണത്തിൻ്റെ അലവലികളുണ്ട്. മാഷാല്ലാ, പെര മാറിയോ? ഇല്ല, അങ്ങനൊന്നുമില്ല. ഞാൻ ഏൽപ്പിച്ച വണ്ടി എടുക്കാൻ പോയതാ. ഞാൻ ഓനോട് പറഞ്ഞേ, ഓനെ പറഞ്ഞ അവിടെ പോയിട്ട് വന്നാൽ മതി.
കൊള്ളാം. സെയിം പരിപാടിയല്ല ഇവിടെ. അസ്സലാമലൈക്കും. എപ്പോ വന്നു? ഇവലൊക്കെ ഉണ്ടേനോ? അവിടെ പോയി ഞാൻ അവനോട് ചോദിച്ചാൽ എങ്ങോട്ടാ പോണ്ടേ? അവിടെ പോയിട്ട് പോകും. ഓം ഈക്വലാക്കി കുറച്ചാൾ അങ്ങോട്ടും കുറച്ചാൾ അങ്ങോട്ടും. അച്ചു അവിടെ അച്ചു വരുന്നുണ്ട്. ഞങ്ങളിവിടെ 7 മണിക്കെത്തണ്ട അങ്ങോട്ട് വിട്ടു അവിടെ പത്തും. ഇത്ര പേടിയാണെങ്കിൽ നീ കോപ്പറേറ്റ് വരും. മറ്റേ കോപ്പറേറ്റ് കിട്ടോ? ഈ പാട്ടാണ് ധാരാളം. അവര് വെള്ളത്തിൽ മൂത്രച്ച് മരിച്ചൊരു ഭയങ്കര ഉപ്പായൊരു സേവ് ബിസ്ക്കറ്റ് വലിയ ബിസ്ക്കറ്റ് ആക്കി അവര് വെള്ളം മുക്കുമിനിക്കാവാ. എന്തൊക്കെയാ ഇതിൽ പാടുന്നത്? ഷാനുടെ പേരേക്ക് വന്നാട്ടോ അത്. ഷാനോ സുഹൃത്തുക്കളെ, പുതിയാപ്പളിന്റെ വീട്ടിൽ എത്താൻ ഒരു പൊടിക്ക് ലേറ്റ് ആയെങ്കിലും തെല്ലും അതിൻ്റെ യാതൊരു കുറവും വരുത്താതെ ഇന്നലെ മുതൽ ഇവിടെ ഉള്ള ഒരാളെ പോലെയാണ് ഞാനൊക്കെ തകർത്താടിയത്, തിമിർത്താടിയത്. അപ്പം നമ്മളെല്ലാവരും ഒരുങ്ങുന്നത് ഷാനുവിൻ്റെ കല്യാണത്തിന് വേണ്ടിയാണ്. ഷാനുവിന് എത്ര വർഷമായിട്ട് പരിചയമുണ്ട്? എത്ര വർഷമായിട്ട് അറിയാം? എനിക്ക് എത്ര വയസ്സായി? അതന്നെ മണ്ടൻ. പറയും. ഓക്കെ, ജി പറയും. ഷാനു എന്നുള്ളൊരു വ്യക്തി ഇപ്പം നിങ്ങളെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് കല്യാണം കഴിക്കാൻ പോവാണ്. അപ്പം ഈ ഒരു കല്യാണം അതറിയില്ലേ? അത് ഇതിൽ പറയരുത് കേട്ടോ. നോക്ക് പറഞ്ഞേക്ക്. എന്ത് തോന്നുന്നു ഈ ഒരു മൊമെന്റിൽ? പോരാനോ? ആർക്ക് പോരാ? വേറെ കുട്ടികളെ ബനെ വിളിച്ചാ. അപ്പം അതെ ഇത് അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഷാനുവിനെ ഹൈപ്പർ കുറച്ച് കുറക്കിട്ടോ. ഞാൻ മോശമാക്കാനല്ല, നല്ലതിലേക്ക് പറയാനാണ്. അപ്പം
ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഷാനുമായിട്ടുള്ള ബന്ധം തുടങ്ങിയെന്ന് മുതൽ ഞാൻ അഭേദ്യമായൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. എപ്പോഴും പണ്ടത്തിൻ്റെ അഫിനെ ഓർമ്മ വരും ഈ വ്യക്തിൻ്റെ ഒരു റിസംബ്ലൻസ് എനിക്ക് കിട്ടില്ല. ഷാനുവിൻ്റെ കണ്ണും മോറും ആണെങ്കിലും ഷാനുവിൻ്റെ ഒരു യാതൊരു നല്ല സ്വഭാവങ്ങളെല്ലാം ഒത്തുചേർന്ന സവിശേഷതയോടെ ഉള്ളൊരു ചെക്കനാണ് നമ്മുടെ ഈ മുത്ത്. ഏത് സ്കൂളിലാണ് ഇപ്പോൾ പഠിക്കുന്നത്? അൽഹിദായ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അൽഹിദായ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. എത്രാം ക്ലാസ്സിലെത്തിയപ്പോൾ? കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പം അഞ്ചിലെത്തിയിട്ടില്ല, കേട്ടില്ല. അപ്പം ഈ ഒരു കല്യാണത്തെ കുറിച്ച് എന്ത് തോന്നുന്നു? തിന്നാൻ കിട്ടും. ഞാൻ ചോദിക്കട്ടെ ഈ വീട്ടിലെ രണ്ടാമത്തെ കല്യാണമാണല്ലോ. ഷാനുവിൻ്റെ ഏട്ടത്തിൻ്റെ കല്യാണമാണോ ഈ ഒരു കല്യാണമാണോ കൂടുതൽ ഇഷ്ടമുള്ള കല്യാണം? അത് ഷാനുവിൻ്റെയും കല്യാണമല്ലേ? അതായത് ഷാനുവിൻ്റെ ഏട്ടത്തിന് എനിക്കറിയോ എന്താ പേര്? മിൽത്താത്താൻ്റെ കല്യാണമാണോ ഷാനുക്കാക്കാൻ്റെ കല്യാണമാണോ എനിക്ക് ഏറ്റവും ക്ലോസ് ടു ഹേർട്ട്? സാനുകാക്ക. സാനുക്കാക്കാൻ്റെ കല്യാണമാണോ മില്ലുത്താത്താൻ്റെ കല്യാണമാണോ ഏറ്റവും പ്രിയപ്പെട്ടത്? അല്ലേ? ബാക്കി പറയട്ടെ. എന്താ പൊത്തി പിടിച്ചിട്ട് പേടിയുണ്ടോ? പൊത്തി പിടിച്ചെന്താ പേടിയുണ്ടോ? ഇനി കുത്തിട്ടാൻ പറയണേക്ക്. എടാ പറയുന്നവരെന്തും ചെയ്തോട്ടെ. ഈ പറഞ്ഞേക്ക്. നാളെ കല്യാണത്തിന് ഒരുങ്ങാനുള്ള വസ്ത്രങ്ങൾ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്ക്. അന്റെ അപ്പച്ചി ഗൾഫിലല്ലേ ഇനിയോ? അപ്പയ്യോ അപ്പച്ചി ഗൾഫിലാണെന്നാണല്ലോ പറഞ്ഞ ഷാനു. ആയിരിക്കട്ടോ. അപ്പൊ ഇനി നമ്മളെ ഓഡിയൻസിന് വേണ്ടി നമ്മളെ യൂട്യൂബ് വെച്ച് കാണലുണ്ടോ? ഉണ്ടാവില്ല ഇപ്പോൾ ഭാഗ്യം കാണലുണ്ട്. അപ്പം ഇന്ന് എൻ്റെ ചാനലിൻ്റെ പേരെന്താ? ഓക്കെ. ആ ചാനൽ അടുത്തുകൂടെ പോയിട്ടില്ല. ഇങ്ങോട്ട് പറഞ്ഞേക്ക്. കുട്ടികളെ അപ്പൊ നബീല് ചക്കട്ടു എന്നാണ് കുട്ടികൾ പറഞ്ഞത്. എനിക്കറിയില്ല അതിന്റെ സത്യം. ഇത് ഞാൻ പറഞ്ഞതല്ല. പിള്ള മനസ്സിൽ കള്ളമില്ല എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഗൈസ്, എനിക്ക് ഒരു അപ്രിസിയേഷൻ പോസ്റ്റാണ് ഇനി കൊടുക്കാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു റൂം, അതായത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഇതൊരു ഫുൾ ഫിനിഷിങ് ചെയ്യാണ്ട് പിന്നെ റൂമൊക്കെ അങ്ങനെ ഇട്ടിക്കണത്. ഭാവിയിൽ എന്തെങ്കിലും പെണ്ണ് കിട്ടുമ്പോൾ അച്ഛനെ വിളിച്ച് നന്നാക്കാലോ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ റൂമൊക്കെ ചെയ്തിരിക്കുന്നത്. അല്ല, ഫുൾ പണി എടുത്തിട്ടില്ല നമ്മുടെ റൂമൊന്നും. എൻ്റെ റൂം ഫുൾ പണി, ആ റൂം നമ്മൾ ഫുൾ പണി എടുത്തിട്ടില്ല. അപ്പോൾ പെണ്ണ് കിട്ടണമെങ്കിൽ പെണ്ണ് കിട്ടണമെങ്കിൽ റൂം നന്നാക്കി പോകും. ബാസിലിനെ പോലെ പെണ്ണ് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? റൂം നന്നാക്കി. AC അപ്പം ചെറിയ മാറ്റങ്ങൾ എല്ലാവരും പെണ്ണിട്ടുമ്പോൾ കൊണ്ടുവരലുണ്ട്. അപ്പം പക്ഷെ ഷാന് കൊടുത്ത മാറ്റം കുറച്ച് വലുതായി പോയോ എന്ന് സംശയം എനിക്കില്ല. അതില്ല. കാരണം ഈ റൂമിൽ ഞാൻ മുമ്പ് വരുമ്പോൾ ഈ റൂമിൻ്റെ ഇവിടുത്തെ കളർ ഇതല്ല, ഈ കളർ ഇതല്ല, ഇവിടെ കർട്ടനില്ല. ഇവിടെ രാവിലെ ആകുമ്പോൾ വെളിച്ചടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ടൗസർ ഇങ്ങനെ കണ്ണുമ്പോൾ കെട്ടി കിടക്കലേനി. അതല്ല, ഞാൻ അങ്ങനെ കിടക്കില്ല. അല്ലെങ്കിലും കറുപ്പ് ടൗസർ ഫുള്ള് ശരിയാക്കി. അതായത് ഇവിടെ നല്ല വെളിച്ചം വരും. ആ ജനൽമ നല്ല വെളിച്ചം വരും. അപ്പോൾ വെളിച്ചം ഫുള്ള് വെക്കൂലേ? അപ്പം ഈ ഒരു റൂം എത്ര ടൈം പീരീഡ് എടുത്തു അച്ചു ഇങ്ങനെ ആക്കാൻ? കുറച്ചെടുത്തു. ടൈം എടുത്തിട്ടാണെങ്കിലും ഈ ഒരു റൂം ഇപ്പൊ കിച്ചണും റൂമും കൂടി. അപ്പം അച്ചുവിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു വീട് ഫുള്ളായിട്ട് വേണമെങ്കിൽ എടുക്കും, വീട് പകുതിയായിട്ട് വേണമെങ്കിൽ എടുക്കും, ഒരു ബാത്റൂം വേണമെങ്കിൽ എടുക്കും, ഒരു റൂം വേണമെങ്കിൽ എടുക്കും, ഒരു റൂം കിച്ചണും വേണമെങ്കിൽ എടുക്കും, ഒരു ഹാള്, അങ്ങനെ എന്ത് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് എന്തും എടുക്കും, കൊടുക്കും. അല്ലേ? അല്ല, വർക്ക് ചെയ്ത് കൊടുക്കും. അപ്പൊ എന്തേ? അപ്പൊ ഈ ഒരു റൂം ഇത്രയും ഭംഗിയിലാക്കി തന്നത് അച്ചുവിന്റെ ഓൺട്രിയോ ഡിസൈൻസ് ആണ്. താങ്ക്സ് ടു അച്ചു. കാരണം ഷാനുവിന് തൻ്റെ വിവാഹ ദിവസത്തിന് ശേഷം പിറ്റേ ദിവസം മുതൽ സുഖമായി കിടന്നുറങ്ങാൻ ഇത്രയും നല്ല റൂം അല്ല, ഇതുപോലെ വളരെ സുഖത്തോടെ
ആ സ്പോട്ടിൽ ഡെമോ കാണിച്ചിട്ടുണ്ട്. ഇത്രയും മനോഹരമായി കിടന്നുറങ്ങാൻ വേണ്ടി കിച്ചൺ നാളത്തെ വ്ളോഗിൽ. അപ്പൊ കിച്ചൺ എന്തായാലും നാളത്തെ വ്ളോഗിൽ അങ്ങനെ ഒരു മൈലല്ല. അപ്പം നല്ല മാഷാള്ള അടിപൊളി കിച്ചണും ചെയ്തിട്ടുണ്ട്. അപ്പം അത് നാളെ കാണിച്ചാൽ രാവിലെ. അപ്പം ഇന്ന് ഇതന്നെ ഇപ്പം കാട്ടാൻ പറഞ്ഞതല്ല, പക്ഷെ ഞാൻ അങ്ങനെ കാട്ടണം എന്ന് എനിക്ക് തോന്നി. അപ്പം ഇത്രയും നല്ല രീതിയിലാക്കി തന്നത് അച്ചുവാണ്. അപ്പം ഇങ്ങനത്തെ റൂമുകൾ അലങ്കരിക്കാൻ അലങ്കോലമാക്കാൻ ഡെക്കറേഷൻ പോയി അച്ഛന് നാളെ മുതൽ ഫുള്ളേ മണിയറയില് മുല്ലപ്പൂ ഇട്ട വർക്ക് ഫുൾ. അപ്പം നിങ്ങളെ റൂം ഇത്രയും മനോഹരമാക്കാൻ ആ കണ്ണാടിയൊക്കെ പുതിയ വന്നാട്ടോ കാണിച്ചെടുത്താ. അപ്പം പുതിയ കണ്ണാടി, അതുപോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ പുതിയതാട്ടോ. ഇത് ഷാനുവിന്റെ രേഖകളും സാധനങ്ങളൊക്കെ വെക്കാന്. അയ്യോ സോറിടാ, സോറി മുത്തേ. ഇല്ല അപ്പം നല്ല ടീപ്പോയും ഇതിന്റെ പേരെന്താ ഇനി മറന്നുപോയി. അപ്പൊ കബോർഡ് സാധനങ്ങൾ വളരെ ഷാനുവിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം. കാരണം ഓൻ്റെ അത്ര നമ്മളെ കൂട്ടത്തിൽ എഴുതിയിരിക്കുന്ന ആൾക്കാർ വേറല്ല. കാരണം ഓരോ കണക്കുകളും വിട്ടു പോകാത്ത രീതിയിൽ എഴുതി എപ്പോഴും ഇങ്ങനെ എഴുതലാണ്. ഷാനുവിന് മറ്റേ ഫോൺ കൂട്ടുന്ന പരിപാടിയില്ല, ഫുൾ എഴുതിയിരിക്കലാണ്. അപ്പോൾ ഇത്രയും സെറ്റപ്പിൽ റൂമുകൾ ചെയ്തത് അച്ചുവിൻ്റെ ഓൺഡ്രോ ഡിസൈൻസ് ആണ്. അപ്പോൾ ഇതുപോലുള്ള ഡിസൈനുകൾക്കും കാര്യങ്ങൾക്കും വീട് പണികൾക്കും റൂം പണികൾക്കും എന്ത് പണികൾക്കും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ശ്രീമാൻ അച്ചുവിൻ്റെ ഓൺഡ്രോ ഡിസൈൻസ്. ഷാനു ഇവിടെ വരൂ, ഇവിടെ വന്നാ ജി വന്നപ്പോ തൊട്ട് ഷാനു ഇവിടെ ഇതൊന്നും ഇങ്ങനെ ഇങ്ങോട്ട് വാ. അപ്പം ബഹുമാനപ്പെട്ട ആദരണീയനായ പുതിയാപ്പള അവർകൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, പുതിയാപ്പള മുണ്ടിയിട്ട് ഇപ്പോൾ വ്ളോഗിൽ ഒരു കണ്ടന്റ് കിട്ടാൻ എനിക്ക് ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. പുതിയാപ്പള എങ്ങനെയാണ്? അപ്പം എല്ലാവർക്കും ഓരോ പുഞ്ചിരികൾ മാത്രമേ പുതിയാപ്പളപ്പം കൊടുക്കണുള്ളൂ. എന്ത് തോന്നുന്നു? താങ്കളെ ആദ്യത്തെ കല്യാണമാണല്ലോ, എന്ത് തോന്നുന്നു? ഓന്നെ പരമാവധി ഒതുക്കാണ്. ഇന്നും കൂടി വ്ളോഗ് ഇട്ടിട്ടില്ലല്ലോ, നാളെ തൊട്ടിട്ട്. ഞാനേ ഇതിൽ കമൻറ്റ് ഇട്ടിട്ടോ, ഷാനുവിൻ്റെ കല്യാണ വ്ളോഗ് വേണോ? അതിലടിയിൽ വേണം അടിയിൽ ഇല്ലെങ്കിൽ വീട്ടിൽ കയറി തല്ലും, അതുവരെ നീ കൊണ്ടുപോകും. അപ്പം വെറുതെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് അടി വാങ്ങിയുള്ള ഒരു മാനക്കേടും കൂടി എനിക്ക് വരാനുള്ളൂ. അപ്പോൾ അത് ഞാൻ വരുത്തണില്ല. എന്ത് തോന്നുന്നു? വളരെ എക്സൈറ്റഡ് ആണ്. റൂം എങ്ങനെയുണ്ട്? റൂം സെറ്റ് ആക്കിട്ടോ, റൂം സെറ്റ്. അപ്പൊ അച്ചുവിന്റെ വീട് മൊത്തം പൊളിച്ചു, കരയകലും കപ്പല് പോലെ. വീട് പൊളി ഒരാഴ്ച കൊണ്ട് പൊളിച്ചിട്ട് പിന്നെ 3-4 മാസം. ഇതിലെന്താ വെച്ചാ ഒരു പണിക്കാരന്റെ ബ്രില്യൻസ് ആണ്. പൊളിച്ചാൽ പിന്നെ വേറെ ഓപ്ഷൻ പണി വേറെ ആർക്കും പോകില്ല. അത് പിന്നെ ഓലന്റെ വർക്ക് വേറെ ടീമിന് പോകരുത്. വർക്ക് കിട്ടിയപ്പോൾ ആദ്യം പൊളിച്ചു. നമ്മളെ ഹോണസ്റ്റായിട്ട് പറയാം അച്ചു. അപ്പൊ എന്തായാലും ഷാനുവിനെ പോലെ ഞങ്ങൾ ഓരോരുത്തരും എക്സൈറ്റഡ് ആണ് നാളത്തെ ഒരു കല്യാണം കാണാനും കൂടാനും അനുഭവിക്കാനും ആസ്വദിക്കാനും ആർപ്പ് വിളിക്കാനും വെറുതെ ഒരു പഞ്ചിന് പറഞ്ഞ. അപ്പം ഒരുപാട് രാജ്യങ്ങളിൽ ഒത്തുചേരലാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി രാജ്യത്ത് നിന്ന് ഇവിടെ എത്തിയിട്ട് കല്യാണം കൂടിപ്പോകുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ ടിക്കറ്റ് എടുത്ത് വന്നവരുണ്ട്, ടിക്കറ്റ് എടുക്കാതെ വന്നവരുണ്ട്. അപ്പം എന്തായാലും നാളെ കല്യാണത്തിൽ കാണാം. ശുഭാപ്തി വിശ്വാസത്തോടെ ഇൻഷാ അല്ലാഹ് നല്ലൊരു നിക്കാഹായി മാറാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. ആമീൻ പറയും. ഈ കുഞ്ഞാടിന്റെ കല്യാണം നീ നല്ല രീതിയിൽ നടത്തി കൊടുക്കണമേ. അപ്പൊ പാവ ഷാനുവിന്റെ കല്യാണം ഉഷാറാവട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കാം. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പ്രാർത്ഥിക്കാം. കാരണം ഷാനു ഉള്ളതുകൊണ്ടാണ് ഞാനുള്ളതാണ് യൂട്യൂബ് ഉള്ളതുകൊണ്ടാണ് നിങ്ങളുള്ളതുകൊണ്ടാണ് നമ്മളുള്ളത്. ചിന്തിക്കുന്നവർക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത ജസീമ ഒന്നും കണ്ടിട്ടില്ലേ? അപ്പൊ നാളത്തെ വ്ളോഗ് ഞാൻ തുടങ്ങുന്നത് ചില
എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളോടായിരിക്കും. അപ്പം അപ്പോൾ നാളത്തെ കല്യാണം ഷൂട്ട് ചെയ്യുന്നത് ലവ് നോട്ട്സ് ആയിരിക്കും. ബഹുമാനപ്പെട്ട ലവ് നോട്ട്സ് കേട്ടോ ഇതൊന്നൊക്കെ വരക്കണ് എന്താ അങ്ങോട്ട് വരും. അപ്പം നാളത്തെ കല്യാണം നിങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലവ് നോട്ട്സ് ആയിരിക്കും. എന്തായി പ്രീ വെഡിങ് പ്രൊഡക്ഷൻ വർക്കുകൾ? നാളെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ കഴിഞ്ഞോ? നാളെ ഔട്ട്. എത്ര മണിക്ക് നമ്മൾ ഓഡിയൻസിന് ഔട്ട് പ്രതീക്ഷിക്കാം? എന്റെ യൂട്യൂബില് വ്ളോഗ് വരുമ്പോ 6 മണി അപ്പെടും 6 മണി. അപ്പൊ നിക്കാഹ് കഴിയുന്നതോടെ അപ്പൊ സുഹൃത്തുക്കളെ നാളെ ലവ് നോട്ട്സ് ഒരുക്കുന്ന വെഡിങ് മാമാങ്കവും നാളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും നാളത്തെ വ്ളോഗിന് വേണ്ടി കാത്തിരിക്കുക. അഭിനന്ദനങ്ങളുടെയും അനുമോദനങ്ങളുടെയും 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. മിക്കവാറും ഈ വ്ളോഗോടെ എൻ്റെ തൊണ്ട പൊട്ടി ഞാൻ ചാവും. തൊണ്ടക്ക് വയ്യ. ചെങ്ങായി ഹലാക്കിന്റെ ബെഡാണ് എഴുതി തന്നിക്കണത്. 5 അടി ഹൈറ്റില്ല, 5 അടി 7 അടിയോ 10 ബെഡ്. അവിടെ ഒരു ബെഡ് ഉണ്ട്, ഇവിടെ ഒരു ബെഡ് ഉണ്ട്. അപ്പൊ 10 അടിന്റെ ഒരു ബെഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ ബെഡുകൾ കൊടുത്ത് ഒഴിവാക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗിൽ എല്ലാവർക്കും കാണാം. അപ്പോൾ നാളത്തെ വ്ളോഗിൽ എല്ലാവർക്കും കൂടുതൽ പറയാനില്ല. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായി വിചാരിക്കുന്നു. ബൈ ബൈ.